ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കാർ കേക്ക് ടോപ്പറാണ്. കുട്ടികളുടെ എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഡിസ്നി ആനിമേറ്റഡ് കാർ മൂവീസിലെ മെയിൻ ക്യാരക്ടറായ ലൈറ്റ്നിങ് മെക്യൂയിൻ ആണ് ഉണ്ടാക്കുന്നത്. റെഡ് കളർ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് കാറിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. നടുവശം കുറച്ചൊന്ന് പൊക്കിയെടുക്കണം. എന്നിട്ട് ഫ്രണ്ടും ബാക്കും കുറച്ചൊന്ന് താത്തി പരത്തിയെടുക്കണം. കയ്യിൽ കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഷോർട്ടനിങ് എന്തെങ്കിലും കയ്യിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഫോണ്ടൻ്റ് ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ ഫോണ്ടൻ്റിൽ ക്രാക്ക് വരാണ്ടിരിക്കാനായിട്ട് നല്ലതാണ്. ഇനി ഇത് ഫ്രണ്ട് ഭാഗം, ആ കണ്ണിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഫ്രണ്ട് ഭാഗം ശരിക്കും ഒന്ന് പരത്തി പതുക്കെ പരത്തി കൊടുക്കുക. ഇനി ബാക്ക് സൈഡ് ആണെങ്കിൽ കുറച്ചൊന്ന് ഹൈറ്റിൽ പൊക്കിയെടുക്കണം. ഫ്രണ്ടിനേക്കാളും കുറച്ചും കൂടെ പൊങ്ങിയാണ് ബാക്ക് സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് പൊക്കി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പൊക്കിങ് എടുക്കുക. ഞാൻ ബാക്കിലുള്ള വിൻഡോയുടെ ഏരിയ ആണ്, അതപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് ടൂളും കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് സ്ലോപ്പായിട്ട് ഇങ്ങനെ കിട്ടും. ഞാൻ ബാക്കിൽ അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യുക. നടുഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴത്തോട്ടാക്കിയിട്ട് രണ്ടറ്റവും കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഞാൻ ഫ്രണ്ട് സൈഡ് ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി ആ വായയുടെ ഭാഗത്ത് ഒരു കേർവ് പോലെ ഒന്ന് വരയ്ക്കണം. അതൊന്ന് പതുക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആ വായയുടെ മൗത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കണം. ഈ വൈറ്റ് കളറിൽ ചെറിയൊരു ഫോണ്ടിൻ്റെ എടുത്തിട്ട് അത് ആ മൗത്തിൻ്റെ അവിടെ വയ്ക്കുന്ന പല്ലാണ്. വേറൊരു വൈറ്റ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് പരത്തണം. അത് കണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ കണ്ണിൻ്റെ നമ്മൾ ആ കാറിൽ ഷേപ്പ് ചെയ്തിരിക്കുന്ന ആ ഭാഗമായിട്ട് ഹൈറ്റ് കറക്റ്റാണോ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ കണ്ണിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു വശം ഒന്ന് കയറിയും ഒരു വശം ഇങ്ങനെ ഇറങ്ങിയാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ കേക്കിൻ്റെ ഒരു പിക്ചർ എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആ പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി.
2 ചെറിയ ബോൾ എടുക്കണം. അത് ബ്ലൂ കളർ എടുത്തിട്ട് വേണം കണ്ണിൻ്റെ അവിടെ ഒട്ടിക്കാൻ. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തിയിട്ട് വേണം കണ്ണിൻ്റെ അവിടെ ഒട്ടിക്കാനായിട്ട്. പിന്നീട് ബ്ലാക്ക് കളർ ചെറിയൊരു ഫോണ്ടൻ്റ് എടുക്കുക. അത് ആ ബ്ലൂ കളറിൻ്റെ മുകളിൽ അത് ഒട്ടിച്ച് വയ്ക്കണം. അതൊരു ചെറിയൊരു കടുകിൻ്റെ മുഴുപ്പിന് മതി ആ ബ്ലാക്ക് കളർ. കാറിൻ്റെ ടയറിൻ്റെ അവിടെ ഒരു നോസിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് ആ ഭാഗം ടയർ വയ്ക്കുന്നതിൻ്റെ ആ ഭാഗത്തു നിന്ന് കുറച്ച് ഫോണ്ടിൻ്റെ അടുത്ത് മാറ്റണം. അങ്ങനെ 4 ടയറിനുള്ളതും കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം നമ്മൾ. പിന്നീട് വേറൊരു ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ നടുക്ക് വേറൊരു റെഡ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ ഉള്ളിലോട്ട് റെഡ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് നല്ലതുപോലെ പ്രസ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇതേപോലത്തെ ഷേപ്പിൽ കിട്ടും. അതൊന്നും മാറ്റി വയ്ക്കാം. ഇനി വേറെ ഒരു ബ്ലാക്ക് കളർ ഫോണ്ടിൻ്റെ അടുത്ത് പരത്തണം. അത് വിൻഡോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ വിൻഡോയുടെ ഷേപ്പിൽ അത് കണക്ട് ചെയ്തെടുക്കണം. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. അപ്പം അങ്ങനെ 2 സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നീട് വേറൊരു ചെറിയൊരു ബോൾ ഫോണ്ടിൻ്റെ അടുത്ത് പരത്തണം. അതൊരു ചെറിയ റെക്റ്റാങ്കുലറായിട്ട് കട്ട് ചെയ്യണം. അത് കാറിൻ്റെ ബാക്ക് സൈഡിലെ വിൻഡോയ്ക്കുള്ളതാണ്. അതവിടെ ബാക്കിൽ അവിടെ ഒട്ടിച്ച് വയ്ക്കണം. ഈ റെഡ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അത് ആ ബാക്കിലെ വിൻഡോയിൽ വെക്കാനുള്ളതാണ്. ഇത് ഇടവിട്ട് ഈക്വൽ അളവിൽ അത് ഒട്ടിച്ച് വയ്ക്കുക. 3 എണ്ണം ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ ബാക്കിലെ വിൻഡോ ആണത്. ഇനി ഒരു യെല്ലോ കളർ ഫോണ്ടിൻ്റെ അടുത്ത് പരത്തണം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഫോണ്ടിൻ്റെ മുകളിൽ വയ്ക്കുക. ഫോണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അത് 2 എണ്ണം വേണം. 2 സൈഡിലും വെക്കാനും വേണ്ടിയിട്ട് 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. ഇത് കാറിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഇത് ഒട്ടിച്ച് വയ്ക്കണം.
ഇനി കുറച്ച് മഞ്ഞ കളറും കുറച്ച് റെഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഓറഞ്ച് കളർ ഫോണ്ടന്റ് ഉണ്ടാക്കണം. അത് നമ്പറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് റോൾ ചെയ്ത് തിന്നായിട്ട് റോൾ ചെയ്യുക. എന്നിട്ട് അത് 9ൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് വെള്ളം വെച്ചിട്ട് ആ 9 നമ്മൾ ഉണ്ടാക്കി വെച്ച 9 അവിടെ ഒട്ടിക്കുക. ഇനി 5 എന്നുള്ള നമ്പർ ഉണ്ടാക്കേണ്ടത്. ഒരു സൈഡിലെ നമ്പർ അങ്ങനെ ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ നമ്പർ അവിടെ ഒട്ടിച്ച് വയ്ക്കണം. പിന്നീട് കേക്കിൻ്റെ മുകൾ വശത്തും വേണം ഇതേപോലെ നമ്പർ. ഇനി ടയർ എടുത്തിട്ട് റെഡ് കളർ നമ്മൾ ടയറിൻ്റെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഉണ്ടാക്കണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 4ഓ 5ഓ നമുക്കതിന് സൈസിനനുസരിച്ച് എത്ര ഹോൾസ് കൊടുക്കാൻ പറ്റുമോ അതേപോലെ അത്ര ഹോൾസ് കൊടുക്കുക. നടുക്ക് ഒരെണ്ണം ഇങ്ങനെ സൈഡിലായിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നീട് വൈറ്റ് കളർ ഫോണ്ടിൻ്റെ അടുത്ത് പരത്തണം. അത് ലൈറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഫോണ്ടിൻ്റെ. അപ്പോൾ അത് ആ ഒരു ലൈറ്റ് സൈഡിൽ ഒട്ടിച്ച് വെച്ചു. ഇനി അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഇതേപോലെ തന്നെ സെയിം ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേണം മറ്റേ സൈഡിലും ഒട്ടിച്ച് വയ്ക്കാനായിട്ട്. കുറച്ച് വെള്ളം ബ്രഷ് ചെയ്തിട്ട് ടയർ നമുക്ക് അവിടെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അങ്ങനെ 4 ടയറും അവിടെ ഒട്ടിച്ച് വെച്ചു. ഇത് ആ ഫ്രണ്ടിൽ വെക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കളറിൽ. അത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫ്രണ്ടിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തത് അത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അതെടുത്ത് ഒട്ടിച്ച് വെക്കണം. ഇനി ലൈറ്റിൻ്റെ അവിടെ സൈഡിലായിട്ട് ബ്രഷും കൊണ്ട് യെല്ലോ കളറ് ഒന്ന് കൊടുക്കണം. നമ്മൾ ആ ജെൽ കളർ ചെറുതായിട്ടൊന്ന് ബ്രഷിൽ മുക്കിയിട്ട്
സൈഡിൽ ചെറിയ രീതിയിൽ കൊടുക്കാവുള്ളൂ എല്ലാ കളറും.